ഹായ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് എറണാകുളം ദർബാർ ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ കൂട്ടായ്മയിൽ ലാൻഡ്സ്കേപ്പ്, അതായത് ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ ദർബാർ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേസിലേക്ക് വരുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫോട്ടോസിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഗാലറീസ് ഉണ്ട്. ഇപ്പോൾ OED എന്ന് പറഞ്ഞിട്ടുള്ള ഗാലറി, ഈ പറഞ്ഞ പോലെയുള്ള കുറച്ച് ആർട്ട് ഗാലറീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മളുടെ മൈൻഡ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ ഞാൻ എവിടേക്കാണ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതാണ് ദർബാർ ഹാൾ. അപ്പൊ ഒന്നുമില്ല, ഞാൻ ഇവിടെ വരാറുള്ള ആൾ തന്നെയാണ്. അപ്പൊ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ട് പ്ലേസ് ആണ് ദർബാർ ഹാള്. എല്ലാ ഞായറാഴ്ചയും വിസിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോ ഇന്റീരിയർ തന്നെ ഭയങ്കര ഞെട്ടിച്ചു. കാരണം നമ്മള് സ്ഥിരം സൈഡിൽ കാണുന്ന ക്യാൻവാസ് ചിത്രങ്ങൾ അല്ലെ, ഗാലറിയുടെ ലുക്ക് തന്നെ മാറിപ്പോയി. ആർക്കിടെക്ചറൽ സ്റ്റുഡൻസിന്റെ കഴിവ് ഇവിടെ തെളിയുന്നുണ്ട്. എല്ലാം വിപുലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതും എല്ലാം വളരെ പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ നിലവാരം എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും ഇന്റർനാഷണൽ ആർക്കിടെക്ചറിന്റെ ഒക്കെ വർക്കുകൾ എനിക്ക് അവരെയൊക്കെ അറിയാം, കുറച്ചു പേരെ. അപ്പം ആ നിലവിൽ ഇവർ എത്തിയിട്ടുണ്ട്. ഇവർ സ്റ്റുഡൻസ് ആണല്ലോ, ചില ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പോലെ ഉള്ളവരുണ്ട്. അവർ കണ്ടു വർക്ക് വെരി ഇംപ്രസീവ് ആൻഡ് വെരി പ്രോമിസിങ്. എൻ്റെ നെയ്ബർഹുഡിൽ ഒരു യങ്സ്റ്റർ ഉണ്ട്. He has evinced interest in joining architecture to take up that subject. അപ്പം ഞാൻ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ബ്രോഷർ എടുത്തിട്ടുണ്ട് ഇവിടെ. ഐ വിൽ ആസ്ക് ഹിം ടു കം ആൻഡ് വിസിറ്റ്. ഇതൊന്ന് കാണാൻ പറയാം 23-ന് മുമ്പ്. തീർച്ചയായിട്ടും വീക്കിലി ഇങ്ങനെയുള്ള ഗാലറീസ് വിസിറ്റ് ചെയ്യുമ്പോൾ മൈൻഡിന് കിട്ടുന്ന ഒരു ആരോഗ്യമുണ്ട് അല്ലെ, മാനസിക വളരെ തൃപ്തികരമായിട്ടും. എനിക്ക് ഒരുപാട് ആർട്ടിനെ വിലയിരുത്താനായിട്ട് പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ അപ്രൈസ് ചെയ്യണമെന്നുള്ളത്. വാട്ട് ഇസ് ഗുഡ് ആർട്ട് ആൻഡ് വാട്ട് ഇസ് ബാഡ് ആർട്ട് ഐ ഡിഡ്ന്റ് നോ. പക്ഷെ ഇത് കണ്ട് എനിക്ക് തന്നെ ഒരു സെൽഫ് നോളജ് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങേറ്റം പെർഫെക്ഷനോ ഇതാ എത്തിയിട്ടില്ല, എന്നാലും ഐ ക്യാൻ സോർട്ട് ഓഫ്, ഞാനാരും ക്രിട്ടിസൈസ് ചെയ്യാറില്ല, എൻകറേജ് എത്തിയേ ഉള്ളൂ പുതു തലമുറയും ആർട്ടിസ്റ്റുമാരെയൊക്കെ. പക്ഷെ എനിക്കിപ്പം നല്ലതും ചീത്തയും, അത് ഞാൻ നല്ലതെന്ന് പറയുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതെ, ഓരോ വ്യക്തിക്കും അവരുടേതായിട്ട് ഉള്ള ടേസ്റ്റും രുചിയും ആണ്. അപ്പം തൃശ്ശൂർ ആർട്ട് ഗാലറിനെ കൂടുതലായിട്ട് ദർബാർ ഹാളൊക്കെ നോക്കുമ്പോൾ അപ്ഡേറ്റഡ് ആണ്. ആർട്ടിസ്റ്റുകളുടെ സെലക്ഷനിൽ പോലും ഇവിടത്തെയാ. ഞാൻ കുറെ നാൾ ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് അവിടുത്തെ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ സ്ഥിരം സന്ദർശകനായിരുന്നു. അവിടുത്തെ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1976 മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, 80 വരെ. അതിനുശേഷം 87 to 91 എനിക്ക് അവിടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ എല്ലാ നല്ല എക്സിബിഷൻ വരികയാണെങ്കിലും ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ പോകും, പണ്ടോൾ ആർട്ട് ഗാലറി, അതുപോലെ കുറച്ച് പേരുകേട്ട സ്ഥാപനം. അവിടെയൊക്കെ നല്ല ഇന്ത്യയിലെ ലീഡിങ് ആർട്ടിസ്റ്റുമാരുടെ ഷോസ് കാണാറുണ്ടായിരുന്നു. അപ്പം അത്രത്തോളം നിലവാരം ഇവിടെ എത്തിയില്ലെങ്കിലും ഒരുപാട് നല്ല കലാസൃഷ്ടികൾ ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെയുള്ള ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വീക്ഷണത്തിനും നമ്മുടെ ജീവിതപരമായിട്ടുള്ള വീക്ഷണത്തിനും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ? എനിക്ക് തന്നെ ഒരു സന്തോഷവും തൃപ്തിയും തോന്നുന്നുണ്ട്. ഞാനിത് ഈ ഗാലറി മാത്രമല്ല, ഞാൻ ഡേവിഡ് ഹാളിൽ പോകാറുണ്ട്, പിന്നെ പേപ്പർ ഹൗസിൽ പോകാറുണ്ട്, കാശി ആർട്ട് OEDയിൽ പോകാറുണ്ട്, പലയിടത്തും. ഈ ഇടയ്ക്ക് അവിടെ പുതിയൊരു ഗാലറി തുറന്നിട്ടുണ്ട്, ബേർത്ത് എന്നും പറഞ്ഞ്. അവിടുത്തെ കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സ് ബിൽഡിങ്ങിലെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ഒരു ആർട്ട് ഗാലറി ആയിട്ട് വളരെ മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും ഇപ്പം എക്സിബിഷൻ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. ബട്ട് ഗാലറി ഈസ് ബ്യൂട്ടിഫുൾ. ബേർത്ത് ഗാലറി. OED is also ഒരു ഡിഫറെന്റ് ലെവൽ. അതെ, അവരുടെ മീഡിയം ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അതെ. ഞാൻ ഒരു ആർട്ട് ഡീലർ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ആർട്ടിനോടൊരു താല്പര്യമുണ്ട്. എനിക്ക് പണ്ടില്ലായിരുന്നു തുടക്കത്തിൽ, പക്ഷേ
ഡീൽ ചെയ്ത് എനിക്ക് തന്നെ ഒരു ഇഷ്ടം തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാനിപ്പം റിട്ടയർഡാണ്, അതുകൊണ്ട് ഞാനും ഇപ്പൊ ഒന്ന് വരച്ചു തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ ആർട്ടിൽ പണ്ട് വരയ്ക്കുമായിരുന്നു ചെറുതിലെ, പിന്നെ ഫോട്ടോഗ്രാഫി ചെയ്യുമായിരുന്നു. 3 തവണ രാജസ്ഥാൻ സന്ദർശിച്ചു. ഒരു ജർമ്മൻ ഫോട്ടോഗ്രാഫറിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 3 വർഷം ട്രാവൽ ചെയ്തു അവിടെ, ഫോട്ടോഗ്രാഫി മാത്രം. അത് കഴിഞ്ഞിട്ട് അത് 1980s അത് കഴിഞ്ഞ് പിന്നെ നിർത്തി. ബിസിനസ് തുടങ്ങിയപ്പോഴേ സമയം കിട്ടാതെ വന്നു. ഇപ്പോഴും വീണ്ടും സമയമുണ്ട്, എന്തെങ്കിലും ചെയ്യണം. വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ല. അതെ അതെ അതെ, എനിക്ക് ഒരുപാട്. ഏതാണ്? ഇതൊരു ഫാനയാണ്. ജസ്റ്റ് അതിൽ ഇപ്പൊ ഞാൻ ഇത് ഇട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഫാനയാണ്. ഒരു സ്കൾപ്റ്ററും കൂടിയാണ്. ഞാൻ സ്കൾപ്ചർ ചെയ്യാറുണ്ട്. പേരെന്താ? എന്റെ പേര് വിഷ്ണു. വിഷ്ണു. വിഷ്ണു സ്ഥലം എവിടെയാ? എന്റെ ഇവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂര് ചെമ്പുക്കാവ് ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫ്ലവേഴ്സ് ഒരു കോടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചുക്കാപ്പിക്കുന്ന ഒരാളാണ്. ശരി. ഇതിന്റെ ക്യാപ്പോ? ഇതിന്റെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സാധനം? ഇത് എംസിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതന്നെ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത് പാനയാണ്. ഇപ്പൊ ഈ പാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ്ലെസ് ആയിട്ടുള്ള പാന് യൂസ് ചെയ്യുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ ഗുണമാവണമെന്നില്ല. പക്ഷെ അത്യാവശ്യം വെയിറ്റ് വരുമ്പോൾ നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടി ബെറ്റർ ആവും. അതുകൊണ്ട് എഴുതുമ്പോ നമുക്ക് കുറച്ചും കൂടി പിടിച്ചു നോക്കുമ്പോ അറിയാം. പിടിച്ചു നോക്കുമ്പോ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മറ്റേ സാധാ പേന പോലെ ആയിരിക്കില്ല. കാലിഗ്രഫി ചെയ്യുന്നുണ്ടോ? ഞാൻ കാലിഗ്രഫി കാര്യങ്ങളൊക്കെ ഞാനും കുറച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ അങ്ങനെ നമ്മള് സ്ഥിരമായിട്ട് ഗാലറീസ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മള് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മള് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലും ആർട്ടിസ്റ്റിന് തന്നെ ഭയങ്കര ഒരു തൃപ്തി വരും. നമ്മുടെ തന്നെ ഓൺ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് സന്തോഷം കിട്ടണം. നമുക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനോ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വിൽപ്പന കമേഴ്ഷ്യൽ ആംഗിളിൽ നിന്ന് നമ്മൾ ഒരിക്കലും കലാകാരൻ നോക്കരുത്. അതെ, അവരെപ്പോഴും അവരെ സ്വയം തൃപ്തിക്ക് വേണ്ടി, അവരുടെ ഓൺ ഹാപ്പിനെസ്സിന് വേണ്ടി സാറ്റിസ്ഫാക്ടറി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലുണ്ടല്ലോ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും. അതേപോലെ അങ്ങനെ കല അങ്ങനെയാണ്. ഞാൻ കളക്ട് ചെയ്യുമ്പോഴും ആർട്ട് ഡീലർ ആയിരുന്നപ്പോഴും എനിക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. വാങ്ങി വിൽപ്പന നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വിജയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടിപൊളി, നല്ല രസമായിരുന്നാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യണ രണ്ടുപേരാണ്. ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നി. ഭയങ്കര മിനിമലിസ്റ്റിക് ആയിരുന്നു. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീല് കിട്ടി. പിന്നെ അവര് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഭയങ്കര പ്ലാൻ ചെയ്യണ രീതിയൊക്കെ കണ്ടിട്ടാണ് ശരിക്കും നമുക്ക് ഒരു ക്യാൻവാസില് ഒരു കളർ പെയിന്റ് മാത്രമൊക്കെ ഇട്ടിട്ട് ചിലവര് പെയിന്റ് ചെയ്യും. അതിന്റെ ഭംഗി അതുപോലെ തന്നെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെമസ്റ്റർ 3 അവരുടെ വർക്കൊക്കെ നല്ല രസമായിരുന്നു. പ്ലാനിങ് ഭയങ്കര രസമായിരുന്നു. ടീം വർക്കാണത്. പിന്നെ മറ്റേ ട്രെയിനിന്റെ ഒരു അതെ, ഭയങ്കര മിനിമലിസ്റ്റിക് ആയിരുന്നു, കാച്ചി. പിന്നെ ഇവിടുത്തെ ഒരു കസ്റ്റമർ കെയറും സൂപ്പറാണ്. കാരണം ഓരോരുത്തർ വന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിപ്പോ ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഒരു ബ്രോ, പുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ പുള്ളിക്കാരൻ വന്ന് എല്ലാം പറഞ്ഞൊക്കെ തന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത് പുള്ളിക്കാരൻ. ഞങ്ങൾ ഇടക്കിട്ട് വരും. അപ്പൊ ഈ പ്രശ്നം വന്നപ്പോ കുറച്ചും കൂടി ഞങ്ങളുടെ വർക്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫീല് കിട്ടിയായിരുന്നു. ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ടീമൊക്കെ ഇത് വരച്ച് സെറ്റ് ചെയ്യണ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഇവിടെ വന്നപ്പോ കിട്ടി. ഈ ഒരു പ്ലേസ് എപ്പോഴും നമുക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ട് അല്ലേ, യൂണിക്നെസ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. അതെ, ഒരു ക്രിയേറ്റീവ്നെസ് ആണ് ഡെവലപ്പ് ചെയ്തെന്താ ആ മൂഡ് നമ്മളുടെ മൂഡായിരിക്കും ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഒരിക്കലും ഒരു കോപ്പി പേസ്റ്റ് അല്ല. അതെ, യൂണിക്നെസ് അല്ലേ. അതെ, രസമായിരുന്നു കേട്ടോ. ആ ഒരു ക്രിയേറ്റീവ്നെസ് ആണല്ലോ ഹൃദയത്തിൽ നിന്നാണ്. ചിലവര് അങ്ങനെ വരച്ചു വെച്ചേക്കുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോ നമ്മ പെട്ടെന്ന് കണ്ണു മാറില്ല. അവരുടെ വരച്ചേക്കണതും പ്ലാനിങ്ങും. ചിലവർ അതിന്റെ ഉള്ളില് ആൾക്കാർ കിടക്കാൻ വേണ്ടിയുള്ള സ്പേസിൽ ആൾക്കാരെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത്
ആ ഒരു സ്ഥലത്തിന് വൈബ്. ഇപ്പൊ ആ പുള്ളിനോട് പറഞ്ഞു സബ്ജക്റ്റീവ് ആണ് ചില സ്ഥലത്ത് ചില സാധനം പണിയാൻ. അങ്ങനെ കുറെ കാര്യം നല്ല രസമായിരുന്നു, നല്ല ഫീൽ ആയിരുന്നു. ഒരു യൂണീക്നെസ്സും ഉണ്ടായി, വെറൈറ്റി ആയിരുന്നു, ഫ്യൂച്ചറിസ്റ്റിക്. ഞങ്ങൾ രണ്ടുപേരും ഫിലിം മേക്കേഴ്സ് ആണ്. ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഇറക്കിയായിരുന്നു. ഓ നൈസ് നൈസ്. ഞാൻ കുറെ നാളായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ആവരുത് എന്നുള്ളൊരു സംഭവം ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ജസ്റ്റേഴ്സിനെയൊക്കെ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ വരുന്ന മോസ്റ്റ് ആയിട്ട് വരുന്ന മാനറിസംസ്, നമുക്കൊരു ക്യാരക്ടർ ഡിസൈൻ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ മനുഷ്യരുടെ മുഖത്തും ഉണ്ടായിരിക്കും. അത് കാരണം നമ്മള് ഡംബിൾസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യണ പോലെ തന്നെയാണ് നമ്മുടെ ഫേസിലുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് ആൾക്കാരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കും. സോ ഈ ഒരു ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിലൂടെ എങ്ങനെ പെർഫോം ചെയ്യാം സ്റ്റഡി ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് മനനം ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. അതായത് ക്രിയേറ്റീവ്നെസ് ആണെന്നല്ലേ. അപ്പൊ അതുപോലെ ആക്ടിങ് നമ്മളിപ്പോ സാധാരണ തിയേറ്റർ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് കുറെ നാൾ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കൊരു ഫിക്സഡ് ആയിട്ട് നമ്മൾ ചെന്ന് ഷെയ്ക്കിട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ഇവൻ ആക്ടർ ആണെന്ന് തോന്നും. അത് തോന്നാത്ത ഒരാളായിരിക്കണം എപ്പോഴും ഒരു ആക്ടർ ഇതിലേക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം. സത്യം വേഴ്സറ്റൈൽ. ഞാനിപ്പോ ആടുജീവിതമൊക്കെ കാണുമ്പോ നമുക്ക് പൃഥ്വിരാജ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൃഥ്വിരാജാണ് അവിടെ പെർഫോം ചെയ്യുന്നതെന്ന് തോന്നുള്ളൂ. നമുക്കൊരു എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഇപ്പൊ ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റേ ക്യാരക്ടർ ഉണ്ടാവും, അയാളെ നമുക്ക് പക്ഷെ നമുക്ക് കഥാപാത്രമായിട്ട് ഫീൽ ചെയ്യാം. അറിയില്ലല്ലോ. അത് എന്റെ കാര്യം ഭയങ്കര ഓർഗാനിക് ആണ്. പക്ഷെ നമ്മൾ പൃഥ്വിരാജിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ബോഡി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അതെ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുമ്പോൾ എന്നെ പേഴ്സണലി അത് ഇതാവുന്നില്ല. അത് ഒരു പക്ഷെ ആക്ടിങ് പഠിക്കുന്നോണ്ടായിരിക്കും, ആ കണ്ണിലൂടെ കാണുന്നോണ്ടായിരിക്കും. അങ്ങനെ ഫിലിം ഇഷ്ടമാണ്, സിനിമ എല്ലാം കാണാറുണ്ട്. ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാനായിട്ട്. എന്താ പേര്? ആൻഡോ സാം. ആൻഡോ സാം. ഓക്കെടോ. ഹായ് പ്രവീൺ. പ്രവീൺ ഭായ് ദർബാർ ഹാളിലെ സ്ഥിര വിസിറ്റർ ആണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാനിവിടെ എന്താ പറയാ ഒരുമാതിരി കൊച്ചിയിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഷോയ്ക്കും തീർച്ചയായിട്ടും വൺസ് ഇൻ എ വീക്ക് ഞാൻ വന്നിരിക്കും. ഞാനും അതെ, ആഴ്ചയിൽ ഒരു ദിവസം വിസിറ്റ് ചെയ്ത ഒരാളാണ്. കൊച്ചിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും. നമുക്ക് ഇതൊരു നമ്മുടെ ജീവിതത്തിനെ വല്ലാത്തൊരു രീതിയിൽ മാറ്റിമറിക്കുന്ന ഒരു സംഭവം, നമ്മുടെ ക്യാരക്ടറിനെ ആണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്, പിന്നെ ആർട്ട് ലവറും കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് സ്പേസിൽ വന്നിരിക്കുമ്പോൾ നമ്മളൊരു വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര സംഭവം. പിന്നെ ഒരുപാട് ചിന്തകളാണ് ഈ വരയിൽ വരുന്നത് മുഴുവൻ. എന്നാൽ റിയലിസ്റ്റിക് ആർട്ട് മാത്രമല്ല, അല്ലാതെ കുറെ നമുക്ക് കോൺസെപ്റ്റ് ആർട്ടുകളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വര വരച്ചാൽ പറയുന്നത് 100 ചിന്തകൾ ഏതെങ്കിലും നോക്കി ചിന്തിക്കുന്നതിൻ്റെ ഒരു ലോകം ഉണ്ടാവും, എല്ലാ ഒരു ആർട്ടിലും കാണും. അപ്പൊ അതിലൂടെയൊക്കെ നമുക്കൊന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ എന്താ പറയാ, ഓരോ ആർട്ടിനും ഇങ്ങനെ വരയ്ക്കണം അങ്ങനെ വരയ്ക്കണം എന്നൊന്നുമില്ലല്ലോ. അവൻ വരയ്ക്കുന്നത്, അവൻ ചെയ്യുന്ന അവൻ്റെ ക്രിയേറ്റിവിറ്റി അത് ആസ്വദിക്കാനും അതിലൂടെ ചിന്തിച്ചു പോകാനും നമുക്കൊന്ന് അതിൽ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഉപകരിക്കുകയും ചെയ്യുന്ന ഒരു ചിന്തയുണ്ട്, ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ ക്രിയേറ്റീവ് സ്പേസ് എപ്പോഴും ഞാൻ ഇവിടെ മാത്രമല്ല, DH ഗാലറി അല്ലാണ്ട് ഡേവിഡ് ഹാള് എപ്പോഴും ഞാൻ അവിടെയൊക്കെ സ്ഥിരം ഞാൻ മനസ്സിലാക്കിയുള്ളിടത്തോളം ഇങ്ങനെയുള്ള ഗാലറീസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിക്കുന്ന ഒരു സംഭവമാണ് ഒരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പോ നമ്മൾ ഒരിക്കലും ഇവിടെ കാണുന്ന ഒരു ആർട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് അല്ല ചെയ്യുന്നത്, നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ചിന്തിക്കാമല്ലോ, ഇങ്ങനെയും ചിന്തിക്കാമല്ലോ, തീർച്ചയായിട്ടും ഇങ്ങനെയും മനുഷ്യർ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നൊരു സാധനം ഉണ്ട്. പിന്നെ അറ്റ് ടൈം നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ സ്വയമുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ വെച്ചാല് പിന്നെ നമ്മൾ ഇതൊരു സ്പേസ് നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അഭിപ്രായങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ പോലെ ചില സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇരിക്കാറുണ്ട്. തീർച്ചയായിട്ടും സ്ഥിരം വിസിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇരിക്കും ഇവിടെ ചിന്തിക്കാൻ നമ്മുടെ അഭിപ്രായങ്ങൾ, അതൊരു എന്താ പറയാ ഒരു ബഹുസ്വരത. പെയിന്റിങ്സ് ആണോ? പെയിന്റിങ്സ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന എന്താ പറയാ ഇല്ലസ്ട്രേഷൻ, ആർട്ട്, സിനിമ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു 4 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അതിന്റെ ബോംബെയിൽ നിന്ന് വന്നേ ഉള്ളൂ. കാരണം എന്റെ പടത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ സെപ്റ്റംബർ ഷൂട്ട് തുടങ്ങണം. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതും ഒരു ക്രിയേറ്റീവ്. എന്റെ പാഷൻ ആക്ടിങ് ആണ്.
ഞാൻ കുറെ നാളുകളായിട്ട് എന്റെ version റൈറ്റിംഗ് ഡ്രോയിങ് പറയുന്നതല്ല ഇതൊക്കെ ഉണ്ട്, പക്ഷെ ആക്ടിങ് ആണ് മെയിൻ, ബാക്കിയുള്ളതൊക്കെ സംഭവം. എനിക്ക് ശരിക്കും ഡയറക്ഷൻ തന്നെ, സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ദർബാർ ഹാള്, ഈ പറഞ്ഞ പോലെ OED, ഈ പറഞ്ഞ പോലെ ഇപ്പോ പുതിയതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ അവിടെ, നമ്മുടെ ഹൈക്കോടതിന്റെ പുറകില് അതെ മഹാകവിജിയുടെ, അത് നല്ല സ്പേസ് ആണ്, നല്ലൊരു ശരിക്കും ഒരു എക്സിബിഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ അത് കുറച്ചും കൂടെ ഒക്കെ ചെയ്യാമായിരുന്നു തോന്നി. കാരണം വെച്ചാൽ അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു സാംസ്കാരിക കേന്ദ്രം തന്നെയൊക്കെയാണ്, എക്സിബിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ തിയേറ്റർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട് അവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് എനിക്കറിയില്ല, എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്ത് ഇത്രയും പൈസ മുടക്കി അവർ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 250 പേരെങ്കിലും ഉൾക്കൊള്ളാവുന്ന രീതിയിലൊരു തിയേറ്റർ അവിടെ എന്താ പറയുക ഒരു ഗാലറി സെറ്റ് ചെയ്തത്, അത് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പൊ മാക്സിമം നമുക്ക് ഒരു 50 പേര് 60 പേർക്ക് ഇരിക്കാം. ചെറിയ അതുപോലെ ഒരു മിനി തിയേറ്റർ സെറ്റപ്പിലുള്ള സ്റ്റേജ് ആവശ്യമില്ല, അത് കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്യാമായിരുന്നു. എന്നാ വെച്ചാൽ അത്രയും സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്, എന്നിട്ടും ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്തത്. അത് എന്തോ ഒരു കുറച്ചിൽ വരുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി. കാരണം വെച്ചാൽ ഗാലറി കൊള്ളാം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കോർണറിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ പിക്ചറും കാണാൻ പറ്റുന്ന രീതിയിലാണ് ആർട്ട് ഗാലറി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഹാകവിജിയുടെ ഒരു വലിയൊരു ഓടക്കുകളിലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചാൽ അതൊക്കെ ഭയങ്കര ഭംഗി, സംഭവമൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു പെരിയ പറയാന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് പിന്നെ അതിന്റെ ഗാലറി അത് അറ്റ്ലീസ്റ്റ് 250 ആൾക്കാരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് അതുപോലെ സ്റ്റേജിന് കുറച്ചും കൂടെ വിസ്താരം കിട്ടിയിരുന്നെങ്കിൽ നല്ല ഡ്രാമയൊക്കെ ഇപ്പൊ നമ്മൾ ജെട്ടി പാർക്കിലൊക്കെ ചെയ്യുന്ന പോലെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രത്യേകിച്ച് ടൗണിന്റെ ഉള്ളിൽ നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു സ്ഥലം, ഏകദേശം നല്ല പൈസ മുടക്കി തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, സംഭവം എല്ലാം കൊള്ളാം. പക്ഷെ ഇതാണ് ചെറിയ അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സ്വതന്ത്രമായിരിക്കാന്നുള്ളതാണ്. എന്തിനും നല്ലതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് തോന്നുന്നു പറയണോ. തോന്നുന്നതല്ല, ഞാനത് നോക്കി 2-3 പ്രാവശ്യം പോയി. പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചെല്ലുമ്പോൾ 50 പേരുടെ ബർത്ത്ഡേ പാർട്ടി അവിടെ അറേഞ്ച് വെച്ചാൽ ആ ഒരു സ്പേസ് ബർത്ത്ഡേ പാർട്ടിക്കുള്ള അല്ലാന്നാണ് എന്റെ വിശ്വാസം. കാരണം ബർത്ത്ഡേ പാർട്ടിക്ക് ഇവിടെ ചെറിയ ഹോളുകളും കമ്മ്യൂണിറ്റി ഹോളൊക്കെ ഒരുപാടുണ്ട്. അതൊരു ആർട്ടിന്റെ സ്ഥലമാണ്, സാംസ്കാരിക കലാകേന്ദ്രമാണ്. അവിടെ കൾച്ചർ ഫോറത്തിലുണ്ടെന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വേറെ അതിനൊരു ടേബിൾ സ്പേസ് മതി, അവിടെ കൊണ്ട് കേക്ക് വെച്ച് മുറിക്കുക, അതിലൊന്നും പ്രശ്നമില്ല. ഇതിപ്പോ തൃശ്ശൂര് സാഹിത്യ അക്കാദമി നോക്കുകയാണെങ്കിൽ ഇതുപോലെയായി. കാരണം സാഹിത്യത്തിനല്ല അവിടെ ഇമ്പോർട്ടൻസ്, കച്ചവടത്തിനാണ് ഇമ്പോർട്ടൻസ്. എപ്പോഴും ആർട്ട് സ്പേസ് ആർട്സിന് മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടണം. ചോളമണ്ഡലം പോലൊരു സ്ഥാപനം ശരിക്കും കേരളത്തിന് വേണം എന്നൊരു അഭിപ്രായം. ചെന്നൈ ചോളമണ്ഡലം വില്ലേജ് കണ്ടാൽ മനസ്സിലാവും. കാരണം അവിടെ ആർട്ടിസ്റ്റിന് തങ്ങി 1 മാസം 2 മാസം 3 മാസം താമസിച്ചുകൊണ്ട്, മിതമായ ചെലവിൽ താമസിച്ചുകൊണ്ട് അവന്റെ ക്രിയേറ്റീവ് സ്പേസ് വർക്ക് ചെയ്ത് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് വളരാനുള്ള സകല സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. അതേപോലെ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാവണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ നമുക്ക് ഒരുപാട് ഗ്രാമങ്ങളുണ്ട് നമ്മുടെ നാട്ടില്, അവിടെ ചെറിയൊരു ആർട്ട് വില്ലേജ് ഉണ്ടാക്കിയാൽ കൊള്ളാം. ഇപ്പൊ ദേവനഗരി അങ്ങനെ എന്താ പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരെണ്ണമുണ്ട്, ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ്. അവർ ഞാൻ യൂട്യൂബിലും എല്ലാം കാണുന്നുണ്ട്, അടിപൊളി സ്പേസ് ആണ് അത്. സാധ്യതകൾ ഒരുപാടുണ്ട്, പക്ഷെ അത് സത്യത്തിൽ ഉപയോഗിക്കാൻ അറിയുന്നവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ലൈവായിട്ട് ചോളമണ്ഡലത്തിൽ 1 പ്രാവശ്യം പോയാൽ മനസ്സിലാവും. കാരണം അവിടെ ഈ പറയുന്ന ഒരു വലിയൊരു ഗാലറി, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ നമ്പൂരി സാറിന്റെ വലിയ സ്കൾപ്ചേഴ്സ്, കുറെ സാധനങ്ങളുണ്ട്, ഭയങ്കര രസമാണ്. അതുപോലെ നമ്മളവിടെ വരയ്ക്കാത്ത ഒരാളാണെങ്കിൽ ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ചോളമണ്ഡലം ആർട്ട് വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരോട് ചെന്നുമ്പോൾ അവരുടേതായ രീതിയിൽ ചിന്തകൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങളും പിന്നെ അതുപോലത്തെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശില്പങ്ങൾ കൊണ്ടാണെങ്കിലും ചിത്രങ്ങൾ കൊണ്ടാണെങ്കിലും അത്രയും നല്ല അത്ഭുതങ്ങൾ. പിന്നെ മാസ്റ്റേഴ്സിന്റെ കുറെ വർക്കുകളുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലൊരു ക്രിയേറ്റീവ് സ്പേസ്, പ്രത്യേകിച്ച് നല്ലൊരു മഴയും നല്ലൊരു കാലാവസ്ഥകളും നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഈ കേരളത്തില് തീർച്ചയായിട്ടും അതിന് വലിയൊരു സാധ്യത ഉണ്ട്. പക്ഷെ ആരും ചിന്തിക്കുന്നില്ല. കാരണം ഇന്ന് ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കോമഡേഷൻ സെറ്റ് ആക്കാനാണ്. ഒരു സ്ഥലത്ത് പോയിരുന്ന് വരക്കണം എന്നുണ്ടെങ്കിൽ മിനിമം അവന് 5000 രൂപ മിനിമം ഒരു ചെലവ് വരുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ വന്ന് അല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയ പോയി വരക്കണം എന്നുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും തങ്ങിയിട്ട് അവൻ ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് വരച്ച് ഡെയിലി ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം വരുമ്പോൾ അവന്റെ പൈസയൊക്കെ തീരുമാനം. ഒന്നാമത്തെ ആർട്ടിസ്റ്റിന്റെ വരുമാനം ഇന്ന് വളരെ ശോകമവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ചോളമണ്ഡലം പോലത്തെ നല്ലൊരു വലിയൊരു വില്ലേജ് കൊച്ചിയിൽ സെറ്റ് ആക്കും, അല്ലെങ്കിൽ കൊച്ചി മാത്രമല്ല തൃശ്ശൂർ എവിടെയാ വെച്ചാൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവനോടെ തങ്ങിക്കൊണ്ട് തന്നെ അവന്റെ ചുറ്റുപാടുകളും എക്സ്പ്ലോർ ചെയ്യാനും ആ നാടിന്റെ കല അല്ലെങ്കിൽ ആ നാടിനെ ആസ്പദമാക്കി വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു നാടകം തയ്യാറാക്കാനോ കഥാപാത്രങ്ങളെ എഴുതി ഉണ്ടാക്കാനോ എന്തിനും അവനോടെ സാധിക്കും. അപ്പൊ
ആർട്ടിസ്റ്റിന് നമുക്ക് നല്ലൊരു സ്റ്റാർ ഹോം അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർ സ്റ്റേ ഒന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ബെഡ് സ്പേസ്, വൃത്തിയുള്ള ബെഡ് സ്പേസ്, ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ച സാംസ്കാരിക കേരളം ഇനിയും കലയുമായി ഒരുപാട് വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോണ്ടിച്ചേരി പോലെയുള്ള സ്ഥലങ്ങൾ, ഈ പറഞ്ഞ പോലെ ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള പ്ലേസുകൾ, ഇപ്പോൾ കേരളം, ഈ പറഞ്ഞ പോലെ ചില ആർട്ടിസ്റ്റുകൾ ഇന്നും വളരെയധികം പട്ടിണി കിടന്നുകൊണ്ടും വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് അവർ വരയ്ക്കുന്നതും കാര്യങ്ങളും മരണശേഷം പ്രസിദ്ധമാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതുപോലും ഇല്ല. ഇന്ന് അങ്ങനെ അന്ന് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടിന് അന്നും ഇന്നും വലിയ വാല്യൂ ഒന്നും ആരും കൊടുക്കാറില്ല. ആർട്ടിസ്റ്റിനാണ് എന്നും മരണശേഷം കിട്ടുള്ളൂ. ജനകീയമാവാത്തത് അതിന്റെ കൊമേഴ്ഷ്യൽ സ്പേസ് യൂസ് ചെയ്യാത്തോണ്ടാണോ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ പരിമിതിയാണോ, എന്താണ് നിങ്ങളുടെ സ്പേസ് യൂസ് ചെയ്യാത്തെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ പിന്നെ നമ്മളൊരു ഓയിലോ ആക്രിലിക്കിലോ വാട്ടർ കളറിലോ നല്ലൊരു പടം വരച്ച് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ പ്രിന്റ് എടുത്ത് നമ്മൾ ആ ഒറിജിനൽ പെയിന്റിങ്ങിന് നമ്മൾ കൊടുക്കുന്നത് മിനിമം 10 to അല്ലെങ്കിൽ 50,000 വരെ നമ്മൾ പറഞ്ഞാൽ അതിന്റെ പ്രിന്റ് മാർക്കറ്റിൽ 1,500 രൂപയ്ക്ക് കിട്ടി ഫ്രെയിം ചെയ്ത് കൊടുക്കുമ്പോൾ ആടി മേടിച്ചു പോയി. കാരണം ഇന്നയാള് വരച്ച പടത്തിന്റെ കോപ്പി അവനവന്റെ വോളിന്റെ പടം വേണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത്രയ്ക്ക് ബോധമുള്ള ആൾക്കാരൊക്കെ ഇവിടെ കുറവാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസ് യൂസ് ചെയ്യുന്ന കൾച്ചർ ഫോറത്തിന്റെ ഉള്ളിലും അതിന്റെ വട്ടാരത്തിൽ നിൽക്കുന്ന ആൾക്കാരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കെടുക്കുകയാണ്. ശരിക്കും ഒതുങ്ങിപ്പോ. കാരണം വെച്ചാല് ഒന്ന് പൈസയുടെ പ്രശ്നം. കാരണം ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഒരു പെയിന്റിങ് 10,000 അടുത്ത് മേടിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അവര് നോക്കുമ്പോ ഇതേ പെയിന്റിങ്ങിന്റെ തന്നെ കോപ്പി കിട്ടുവാണെങ്കിൽ 1,500 രൂപയ്ക്ക് ഫ്രെയിം ചെയ്ത് കിട്ടും. മേ ബി ലൈറ്റ് വരെയിട്ട് അവർ കൊടുത്തോളെ. അപ്പൊ അവരത് നോക്കണം. അല്ലെങ്കിൽ എന്റെ ഒറിജിനൽ പെയിന്റിങ് വന്ന് വെച്ചാൽ അവനെ സംബന്ധിച്ചാലും വീടിന്റെ ഉള്ളിൽ ഒരു വാൾ സ്പേസ് സാധനം വേണം. അതിരി ഭംഗിയുള്ള വളാണെങ്കിൽ ഓക്കെ. വരപ്പിക്കില്ല മിക്കവരും. ഇപ്പൊ ക്യാൻവാസിൽ പ്രിന്റ് എടുക്കുന്ന സമ്പ്രദായം വന്നില്ലേ? ആ ഡൽഹിയിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ക്യാൻവാസിൽ ഇപ്പൊ നമ്മള് അല്ല ക്യാൻവാസിൽ പ്രിന്റ് എടുക്കുമ്പോ ഒപ്പാസിറ്റി കുറച്ച് പ്രിന്റ് എടുക്കുക. ഒപ്പാസിറ്റി കുറച്ച് പ്രിന്റ് എടുത്തിട്ട് നേരെ എന്താ പറയാ അതേ കളർ വെച്ചിട്ട് രണ്ടാമത് ബ്രഷ് വെച്ചിട്ട് ഒരു ഫസ്റ്റ് കോട്ട് ചെയ്യുമ്പോഴേക്കും സാധനം ഒറിജിനൽ പെയിന്റിംഗ് ബ്രഷ് സ്ട്രോക്ക് വരെ കിട്ടിക്കഴിഞ്ഞ് സുഖമായിട്ട് ചെയ്യാം. സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ആ ബ്രഷിന്റെ പാടുകളുണ്ട്. ഇപ്പൊ വരച്ചാണ് മറ്റേ എന്താ പറയാ എന്റെ ആക്രിലിക്കിന്റെ സ്മെല്ലുണ്ട്, മറ്റേ ഓയിലിന്റെ മണം, അടിപൊളി കൊള്ളാം. ഫ്രഷ് പെയിന്റ്. പക്ഷെ എന്റെ ഒന്ന് ചുരണ്ടി കഴിഞ്ഞാൽ മനസ്സിലാവും അത് ക്യാൻവാസിൽ പ്രിന്റ് എടുത്തിട്ട് 1 മണിക്കൂർ കൊണ്ടാണ് ഒപ്പിച്ച പരിപാടിയെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നടന്നോണ്ട് ഡൽഹിയിലേക്ക് ഇഷ്ടം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ പോയി കാണും കൂടി ചെറിയ വർക്കെല്ലാം. അപ്പൊ ഓക്കേട്ടാ, താങ്ക് യു. എന്തായാലും നമ്മൾ തുടർച്ചയായിട്ട് കാണാം. തീർച്ചയായിട്ടും കാണാം. താങ്ക് യു.